Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ഇന്ന് മുംബൈയിലെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗിലെ പ്രമുഖരുമൊത്ത് ഒരു ചെറിയ സംവാദമാണ്. മറുനാടൻ മലയാളിയും അവരുടെ രാഷ്ട്രീയവും. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping. Moving the world for you. Brought to you by Amritwani. Amritwani Hair Elixir for Women. നമസ്കാരം, സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളുടെ സ്വാഗതം. അപ്പൊ ഞാൻ ആരംഭിക്കുന്നത് ശ്രീ ഭുവേഷ് സാർ, താങ്കളിൽ നിന്നാണ്. താങ്കൾ കുറെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത് പവാർ വരയ്ക്കും താങ്കളുടെ വീട്ടിൽ വരികയും താങ്കൾ പോകുന്നൊക്കെ ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. എന്തുകൊണ്ടാണ് ഒരു മുഖ്യധാരയിലേക്ക് താങ്കൾ വരാതിരുന്നത്? ഞാൻ ബോംബെയിൽ വന്നിട്ട് 50 വർഷമായി. 50 വർഷം. ഞാനിപ്പം ഏകദേശം ഒരു 45 വർഷമായിട്ട് ഞാൻ മുഖ്യധാരയിലുണ്ട്. ഒരു രാഷ്ട്രീയത്തിൽ ഒരു കാൻഡിഡേറ്റായി മുമ്പോട്ട് വരാൻ എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ജീവിതമാർഗം തേടി വന്ന ആളുകളല്ലേ. അപ്പം ഞാനിപ്പം ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ പൊളിറ്റിക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മനോഭാവം എനിക്കില്ല. കാരണം നമ്മൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു, ആവശ്യമുള്ള ആളുകളെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പിന്നെ ഒരു ഫുൾ ടൈം ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ ആവാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മളെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്ന, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയുടെ സെക്രട്ടറി ജനറലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 1947 ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ടാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന സംഘടനയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ജനറലാണ്. അതിന്റെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എനിക്ക് കഴിഞ്ഞ 30 വർഷമായിട്ടുണ്ട്. ഞാൻ എന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി. ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മലയാളി സപ്പോർട്ട് ചെയ്യുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ഒരു വലിയൊരു ചോദ്യമാണ്. കാരണം ഒരൊറ്റ വരിയിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ മറുപടി പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത്. കാരണം മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. കാരണം മലയാളികളുടെ ഒരു സമാനമായ സ്വഭാവമല്ല മലയാളികൾക്കുള്ളത്. ഈ ചർച്ച ഇതാണ്, മറുനാടൻ മലയാളികളും അവരുടെ രാഷ്ട്രീയവും. അതായത് ഇന്ന് ശ്രീ ഉത്തം കുമാർ ഇവിടെ എത്താൻ സാധിച്ചില്ല. അദ്ദേഹം BJP കാൻഡിഡേറ്റ് ആയിരുന്നു വസായിൽ. അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ചില പ്രഗത്ഭരായ മലയാളികൾ കൂട്ടായി ശ്രമിച്ചു. ഒരു മലയാളിക്ക് പോലും സീറ്റ് നേടിയെടുത്ത് കൊടുക്കുവാൻ കഴിയില്ലാത്തവർ സീറ്റ് ലഭിച്ച ഒരു മലയാളിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഗുണ്ട മാഫിയ സംഘങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ചെയ്തതിന്റെ മറുപടി കാലം അവർക്ക് നൽകും. എന്നാൽ അതിലൂടെ അവർ നഷ്ടപ്പെടുത്തിയത് 26ാം വാർഡിലെ ജനങ്ങളുടെ പ്രതീക്ഷകളാണ്. ഇതാണ് 100%. ഞാൻ ഉത്തം കുമാറിന്റെ പക്ഷത്താണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ കണക്കിലെടുക്കാൻ പാടില്ല. ഒരു മലയാളി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മലയാളിയെ മാക്സിമം വോട്ട് ലഭിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കാരണം ഉത്തം കുമാറിനെ എനിക്ക് 30-35 വർഷമായിട്ട് അറിയാം. ഓക്കെ ഞാൻ അഡ്വക്കേറ്റ് രാധിക റാണയിലേക്ക് പോവാം. ഏതെങ്കിലും മലയാളി വന്നിരുന്നോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? Except Mr. Shrikant Nair. Nobody. No. I will read it out. One of your message in social media. It is like this. I found out that voters are only bought with the money and people elect uneducated criminals on political party, symbol or name. But I respect voters' decision. What made you to write like this? The one who won against me, she was an 8th pass and her husband is a criminal convicted under Mocha and Tada. And I am an LLM in business law, and I'm doing a lot of social work. Right from more than 300 cataract surgeries in Thane. I have conducted medical camps. I have done numerous work in COVID or even otherwise, if you see. അപ്പോ ആൾക്കാര് അതുങ്ങൾക്ക് വോട്ട് തന്നാൽ എനിക്ക് പക്ഷെ ഇത്രയൊക്കെ എഴുതിയിട്ട് രാധികാരാണെങ്കിൽ ഭയം ഉണ്ടായിരുന്നു, ഒരു പേടി? No, you are not afraid at all. Okay, very good. അതിനൊരു കൈയ്യടി കൊടുക്കണം. കാരണം വളരെ ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അത് കുറിച്ചിട്ടുള്ളതാണ്. അല്ല, എന്തുകൊണ്ടാണ് മലയാളികളായാലും അപ്രോച്ച് ചെയ്തു? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമാജത്തിൽ അപ്രോച്ച് ചെയ്തിരുന്നോ? നിങ്ങൾ എന്നെ? ഞാൻ അപ്രോച്ച് ചെയ്തില്ല, സമാജം എന്റെ അടുത്ത് വന്നില്ല. We have a candidate, you know, who is from our samajam. എന്റെ അമ്മ ഒരു മലയാളിയാണ്. ഒന്ന് രമേശ് കലമ്പൂരിലേക്ക് കൊടുക്കൂ. രമേശ്, അതായത് രമേശ് ഇവിടുത്തെ BJPയുടെ അധ്യക്ഷൻ ശ്രീ ചവാൻ അദ്ദേഹത്തെ മുണ്ടുടിപ്പിച്ചു, അല്ലെ? എന്ത് സന്ദേശമായിരുന്നു കൊടുക്കാനിരുന്നത്? മുണ്ട് ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരളക്കാരനാക്കി മാറ്റുക എന്നുള്ള അർത്ഥമില്ല, നമ്മോടൊപ്പം ചേരുക എന്നാണ് അതിനർത്ഥം. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ, നമ്മളൊരു പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ അധ്യക്ഷനായിരുന്നിട്ട് കൂടി നമ്മുടെ പരിപാടികൾ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളുടേതായ രീതിയിൽ നമ്മുടെ വസ്ത്രം ധരിച്ച് പങ്കെടുക്കുമ്പോൾ, ഞാൻ ചോദിക്കാൻ കാര്യം,
അവർ നമ്മുടെ മുണ്ടുടുക്കാൻ വരയ്ക്കും തയ്യാറാണ്, നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കാൻ മലയാളി തയ്യാറാകുന്നില്ല. എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അവിടെയാണ് വിഷയം. മലയാളികളുടെ പൊതു സ്വഭാവം നമുക്കൊക്കെ അറിയാം. ഏകദേശം ഒരു സമയത്ത് 4 UP ബീഹാറിൽ നിന്നുള്ള 4 മന്ത്രിമാരുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ. UP ബീഹാറിൽ നിന്നുള്ള ആൾക്കാരുടെ, കാരണം അവരുടെ ഒരു ഐക്യം, അല്ലെ അവരുടെ ഒരാൾ മുന്നോട്ട് വന്നാൽ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അവരവിടെ ജാതി പരിഗണനയില്ല, മതപരിഗണനയില്ല, ഏത് സംസ്ഥാനമാണെന്ന്, പ്രത്യേകിച്ച് ഉത്തര ഭാരതീയരുടെ സംസ്ഥാനമാണെന്ന് പരിഗണനയില്ല, ഏത് ജില്ലയാണെന്ന് പരിഗണനയില്ല, ജില്ലയിൽ വടക്കനാണോ തെക്കനാണോ എന്ന് നോക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും താലൂക്കിന്റെ ആളാണോ എന്ന് നോക്കില്ല, ഏതെങ്കിലും സമാജവുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ അതിനെ തകർക്കാൻ പറ്റുന്ന ആൾക്കാരാണോ എന്ന് ശ്രമിക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന മലയാളിക്ക് ഒരു മലയാളിയെ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യമല്ല. അപ്പം അങ്ങനെ ഒരു 4 മന്ത്രിമാര് ഉണ്ടായിരുന്ന അത്ര ശക്തമായ രീതിയിൽ അവർ വന്നത് അവരുടെ യൂണിറ്റി കൊണ്ടാണ്. ഒരാൾ അവരുടെ മുന്നിൽ നിന്ന് അവരെ നയിക്കാൻ വരുമ്പോൾ അവർ മറ്റു പരിഗണനകളൊന്നും കൊടുക്കില്ല, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് മാത്രമേ. പക്ഷെ ഏറ്റവും കൂടുതൽ യൂണിറ്റി ഉള്ളത് മലയാളികൾക്കാണ്, അല്ലേ? ഒന്ന് കൊടുത്ത് അടുത്ത കാൻഡിഡേറ്റ് കൊടുത്ത അഡ്വക്കേറ്റ് ഷീജ മാത്യു. ഒരുപാട് സമാജങ്ങൾ, ഏഷ്യയിൽ ഏറ്റവും വലിയ സമാജം വരിക്കുള്ളത് ബോംബെയിലാണ്. ഇത്രയധികം മലയാളികളുണ്ട്, 25 ലക്ഷം മലയാളി ഉണ്ടെന്നാ പറയുന്നത്, അല്ല സാർ? 25 ഇല്ലെങ്കിൽ 20 എന്ന് വെച്ചോളൂ. എന്നിരുന്നാലും 20 ലക്ഷം മലയാളിയുള്ള ഈ മുംബൈയിൽ എത്ര മലയാളി വന്നിരുന്നു താങ്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ? ഒരുപാട് പേര് വന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ കാരണം അതിന്റെ ഇപ്പം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. സാർ ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരു മലയാളിയെ വിജയിപ്പിക്കാൻ എന്തുകൊണ്ട് ഒരു കുറച്ച് മലയാളികൾ കൂടുന്നില്ല എന്ന് പറഞ്ഞു. സാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഏകദേശം ഒരു 30 ലക്ഷം ഉണ്ടെന്ന് കൂട്ടിക്കോ നമുക്ക് ബോംബെയിൽ മലയാളികൾ. അപ്പൊ 30 ലക്ഷം ഉള്ളത് ഈ ബോംബെ മുഴുവൻ പരന്നു കിടക്കുന്ന പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്ന മലയാളികളാണ് ഉള്ളത്. ഇപ്പം ഒരു സ്ഥലത്ത് മാഡം പറഞ്ഞതുപോലെ, മാം നിൽക്കുന്ന ഏരിയ താനെയാണ്. താനെയുള്ള ഏരിയയിലെ മാഡത്തെ ജയിപ്പിക്കാൻ മലയാളികളെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബോംബെ മുഴുവൻ പരന്നു കിടക്കുന്ന 30 ലക്ഷം ഉള്ള മലയാളികൾ ഒരുമിച്ച് നിന്നാൽ ഒരു വാർഡിലുള്ള ആളെ ജയിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് പേഴ്സണലി ഞാൻ അനുഭവിച്ച കാര്യം പറഞ്ഞാൽ, എന്നെ മലയാളി സപ്പോർട്ട് ചെയ്തു. ഈ ബോംബെയുടെ പല ഭാഗത്തു നിന്നുള്ള മലയാളികൾ എന്നെ പേഴ്സണലി വിസിറ്റ് ചെയ്തു, അവരുടെ മോറൽ സപ്പോർട്ടുകളെല്ലാം തന്നു. പക്ഷേ ഞാൻ ജയിച്ചില്ല. കാരണം ഈ മോറൽ സപ്പോർട്ട് വോട്ടായി മാറില്ല. മോറൽ സപ്പോർട്ട് വോട്ടായി മാറിയാൽ മാത്രമേ ഒരു കാൻഡിഡേറ്റ് ജയിക്കുള്ളൂ. എന്റെ ഏരിയയില് 19ാം വാർഡിൽ ആകെ 100 മലയാളികളാ ഉള്ളേ. 100 വോട്ടേഴ്സ്. താങ്കൾ ഒരു മലയാളിയാണ്, അവിടെ നിന്ന് ജയിച്ചത് മറാഠിക്കാരനല്ല, ഒരു ഗോവക്കാരനാണ്. ഗോവനാണ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ജയം ഒരു പെർട്ടിക്കുലർ പാർട്ടിയുടെ ജയമാണ്. കാരണം ആ ഏരിയ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പാർട്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ചിരിക്കുന്ന മുഖം മാത്രമേ ഉള്ളൂ. അല്ല സാറേ, ഒരിക്കലുമല്ല, അങ്ങനെ ഞാൻ പറയില്ല. ചിരിക്കുന്ന മുഖമല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം. 95% എന്ന് പറയാം, 5% രാഷ്ട്രീയമില്ലെന്ന് വെക്കാം. 95% ആൾക്കാർക്കും അവനവൻ്റെ ഉള്ളിൽ അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു മലയാളിയെ ജയിപ്പിച്ചു പോകാവുന്ന, കാരണം അവർക്ക് തുറന്നു നിന്ന് ഒരു മലയാളി ഏതെങ്കിലും പാനലിൽ നിൽക്കട്ടെ, ഞങ്ങൾ ജയിപ്പിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ ഇതല്ല നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. സ്പെഷ്യലി മലയാളിക്ക് അവനവൻ്റെതായ രാഷ്ട്രീയ തത്വങ്ങളും അവനവൻ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾക്കുള്ളിലുള്ള രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് മലയാളികൾ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. വിജയേട്ടാ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ചോദിക്കുന്നത്, ഇവിടെ മലയാളി ഡോക്ടർ ഉണ്ടോ? വിൽ ബി കംഫോർട്ടബിൾ, അല്ലേ? ഒരു ഡോക്ടറെ കാണാം എന്നതുപോലെ ഒരു രാഷ്ട്രീയത്തിൽ ഒരാൾ വിജയിച്ചു വരണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പൊ 5-6 സമാജങ്ങൾ ഒന്നുചേർന്ന ഒരു സമാജമാണ് താങ്കളുടെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ വാക്കാണ്. എനിക്ക് പറയാനില്ല, യൂണിറ്റി. നമ്മളൊരു വാക്ക് എപ്പോഴും പറയാറുണ്ട് മലയാളി സംഘടനയില്ലേ, നമുക്ക് യൂണിറ്റി ഇല്ല. യൂണിറ്റി ആരുണ്ടാക്കും? ആരാണ്? എന്റെ അച്ഛനും തന്നെ പറഞ്ഞിരുന്നത്, എന്റെ അച്ഛനും തന്നെ പറഞ്ഞിരുന്നത് മലയാളികൾക്ക് യൂണിറ്റി ഇല്ല എന്ന്. പക്ഷെ യൂണിറ്റി വരുത്താൻ നമ്മള് എല്ലാവരും പ്രയത്നിക്കണം. മലയാളി ഒന്നാമത് നമ്മൾക്ക് മലയാളിക്കാണ്, ഞാൻ എന്റെ അഭിപ്രായം പറയാം, മലയാളിക്ക് കുറച്ച് ഈഗോ ഉണ്ട്. ഒരു പ്രസിഡന്റോ ഒരു ഇതോ ആയി കഴിഞ്ഞാൽ പിന്നെ പല കുട്ടികളെ നോക്കി. അപ്പൊ മലയാളിക്ക് ഈഗോ ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു. ഞാൻ എന്റെ അഭിപ്രായം പറയാം. മലയാളിക്ക് ഈഗോ ഉണ്ട്, അത് പക്ക കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ സാറ് പറഞ്ഞ പോലെ യുപിയിലെ ആൾക്കാർ എങ്ങനെ മിനിസ്റ്ററായി, അതിന് ഞാൻ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മലയാളികള് വോട്ടിംഗ് ചെയ്യാത്ത എത്ര മലയാളികളുണ്ടെന്നറിയാം? മാഡം ജയിക്കാന്നല്ല, പക്ഷെ വോട്ടിംഗ് ചെയ്യാത്ത ഒത്തിരി മലയാളികളുണ്ട്. UP ബീഹാറിലെ ആൾക്കാരെ, ഞാൻ ഇവിടെ ശിവസേനയിൽ 97 തൊട്ടിട്ട് ഞാൻ ശിവസേനയിൽ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. അന്നേരം ഞാൻ കണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ
ഈ UP ബീഹാറിലെ ആൾക്കാര് ലീവ് എടുത്തിട്ട് അവർ പോയി വോട്ട് ചെയ്യാൻ പോകും. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുമ്പോൾ നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയോ, മാക്സിമം ഈവൻ മഹാരാഷ്ട്രീയൻ ആൾക്കാരെ കാട്ടി കൂടുതൽ നിങ്ങൾ UP ബീഹാറിലെ ആൾക്കാർ കാണും ഓരോ വാർഡിൽ പോയി കഴിഞ്ഞാൽ. ആൻഡ് ഡെഫിനറ്റ്ലി ദേ ഗോ ഫോർ വോട്ടിംഗ്. പിന്നെ അവർക്ക് 10, 300, 1000 ഒരു ബാക്കി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാം ശിവസേന കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളെല്ലാം സപ്പോർട്ട് ചെയ്തു, അത് വേറെ പ്രശ്നം. പക്ഷേ ഇതാണ് അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകാറില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? എന്തോ ഉള്ളിൽ കിടന്ന് ചീഞ്ഞു നാറുന്ന കുറെ രാഷ്ട്രീയം കൊണ്ട് ഈ മലയാളം, അത് ചിലപ്പം കേരളത്തിൽ ചിലപ്പോൾ ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതുകൊണ്ടാണോ? അത് തന്നെ എന്നതുകൊണ്ടാണ്. അത് തന്നെ കേരളത്തിൽ ബേസിക് ആയിട്ട് മലയാളികളുടെ ഉള്ളില് എന്തൊക്കെയോ വടംവലികൾ നടക്കുന്ന ഒരു രീതിയാണ്. കാരണം വെച്ചാൽ അവനെ ഞാൻ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ അത് പോവില്ലേ, അല്ലെ ഇവനെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ഇത് പോവില്ലേ, അല്ലെങ്കിൽ മറ്റേയാൾ അത് പറയില്ലേ, ഇത് പറയില്ലേ, ഇങ്ങനെ ഒരു സംഘർഷമാണ് മലയാളിക്ക്. അതിനാൽ മാക്സിമം ആരെ കൊണ്ടും പറയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോകാതിരിക്കും. വോട്ട് ചെയ്യാൻ പോകത്തില്ല. ഒന്ന് ശ്രീകാന്ത് കൊടുത്ത് ഒന്ന് പറഞ്ഞ് 1952 VK കൃഷ്ണമേനോൻ അദ്ദേഹമാണ് ആദ്യത്തെ സ്ഥാനാർത്ഥി ജയിച്ച മലയാളി. അതിനുശേഷം നമ്മൾ ഇന്ന് ഇരിക്കുന്നത് 2026 ആക്ച്വലി അല്ലേ? ഇതുവരെയ്ക്കും നമുക്ക് നമ്മുടെ ഒരു പേര് പറഞ്ഞെടുക്കാൻ ഒരു രാഷ്ട്രീയ മലയാളി ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ചർച്ച ചെയ്ത് തന്നെയാണ് കാരണങ്ങൾ. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ അതിനകത്തെല്ലാം യാഥാർത്ഥ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം മലയാളി എല്ലായിടത്തും മലയാളിയെ കാണുന്നുണ്ട്. ഇപ്പോൾ ഷീജ മാത്യു ഫേസ് ചെയ്തു അത് തന്നെയാണ്, അവർ പറഞ്ഞത് തന്നെയാണ്. മലയാളി അവർക്കൊപ്പം നിന്നു, പക്ഷെ ആ മലയാളി അത് വോട്ടല്ലായിരുന്നു. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയി. കാരണം ഇത് നമ്മുടെ പരിമിതിയാണ്. പക്ഷേ മലയാളികൾ എവിടെയെങ്കിലും ഒന്നിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി താങ്കൾ ആദ്യം സൂചിപ്പിച്ച മാതിരി ഇങ്ങനെ ഇതാക്കുന്ന മാതിരിയാണ്, ഞണ്ടിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കും. കാരണം ഒന്നും മനസ്സിലാക്കണം, നമ്മുടെ ജനങ്ങൾക്ക് മലയാളികൾക്ക് രാഷ്ട്രീയക്കാർ ആവശ്യമാണ്. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയക്കാരെ സമീപിക്കും. പക്ഷെ രാഷ്ട്രീയക്കാരെ വളർത്താനായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കില്ല. താങ്കൾ എത്ര വർഷമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു? ഞാനൊരു 30 വർഷത്തോളമായി മഹാരാഷ്ട്രയിൽ ബേസ്ഡ് ആണ്. അവിടെ സംവരണമുള്ള ഒരു വാർഡാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് ഇനി ഒരു കാൻഡിഡേറ്റ് ആവാൻ സാധിക്കുമോ? ഞാൻ ഒരിക്കലും ഒരു കാൻഡിഡേറ്റ് ആയി അനുഭവിച്ചതാണ്. 2007 കാൻഡിഡേറ്റ് ആയി. അത് ഇതുപോലെ NCPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. നല്ല വോട്ട് പിടിച്ചു. കുറച്ച് ചെറിയ വോട്ടിന് മാത്രമാണ്. അന്ന് പാനൽ ആരംഭിച്ച സമയമായിരുന്നു. അത് ഒരു അനുഭവമായിരുന്നു. പക്ഷേ ഒരുപാട് പേര് എന്നോടൊപ്പം നിന്നു, എനിക്ക് വോട്ട് ചെയ്തു ഇവിടുത്തെ ജനങ്ങൾ. കാരണം ഒരു മലയാളി പ്രോമിനൻസ് വോട്ട് ഒരു ഏരിയ അല്ലാതിരുന്നിട്ടും അതും ഒരു മിനി ലക്നൗ ആയിരുന്നു, ഇന്ദിരാനഗർ എന്ന ഭാഗത്ത് വാഗള എസ്റ്റേറ്റ്. നമ്മളൊരു മലയാളി എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ സുലോചന മാഡം? അങ്ങനെ ഒരു പ്രശ്നമില്ല അല്ലെ? അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രശ്നം നമുക്ക് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മളെ എന്തിനാ ഇലക്ഷനിൽ നിൽക്കണമെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടില്ല ആരും സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇലക്ഷനിൽ നിന്ന് തോറ്റോ ജയിച്ചോ അത് വേറെ കാര്യം. നമുക്ക് വേറെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം നിറവേറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് 100%. ഓക്കെ. ഇപ്പം അനീഷ് അദ്ദേഹം പൂനെയിൽ നിന്ന് വരുന്നതാണ്. പൂനെയിൽ എങ്ങനെയായിരുന്നു താങ്കൾ ഒരു സപ്പോർട്ട്? ഏകദേശം 1.5 ലക്ഷത്തോളം മലയാളികളുണ്ട് അവിടെ. 1.5 ലക്ഷം മലയാളികളുണ്ട്. പക്ഷെ എൻ്റെ വാർഡിൽ ഏകദേശം ഒരു 4,000 to 5,000 മലയാളീസ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യം പോലെ അവർക്ക് വോട്ടർ കാർഡില്ല. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞപ്പം കുറേ പേര് ജൂലൈ വരെ ഇലക്ടറൽ റോൾ എടുത്തേക്കുന്നത്. കുറേ പേര് എന്നെ വിളിച്ചു ലൈക്ക് 1 month ബിഫോർ, വി ഡോണ്ട് ഹാവ് എ വോട്ടർ കാർഡ്, നിങ്ങൾക്ക് വോട്ടർ കാർഡ് ഉണ്ടാക്കണം. ഞാൻ ഇനിയും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ബിക്കോസ് യുവർ നെയിം എനിവേ ഇസ് നോട്ട് ഗോയിങ് ടു കം. സോ എനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് വാട്ട് അവർ കാണിച്ചേ. പിന്നെ എനിക്ക് അറിയത്തില്ല, പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് അജയേട്ടനോട് കൊടുക്കും. അജയേട്ടാ, അതായത് പണ്ട് ഭൂപേഷ് സാർ പറഞ്ഞൊരു സാറ് ഞാൻ കടമെടുക്കുക കേട്ടോ, താങ്കളുടെ ഒരു വാക്ക് എടുക്കുക. അപ്പൊ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ മഹാരാഷ്ട്രയിൽ കുട പിടിക്കുന്നവരാണ് മലയാളികൾ. അവർക്ക് കേരളത്തിൽ ആരാണ് നിൽക്കുന്നത്, അവരെത്ര വോട്ട് പിടിച്ചത് എല്ലാം അറിയാം. ഇവിടെ നിൽക്കുന്ന MLAയുടെ പേര് പോലും അറിയില്ല. അപ്പൊ താങ്കൾ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സാമുദായിക സംഘടനയിൽ. അവർക്ക് എല്ലാവർക്കും വോട്ടേഴ്സ് കാർഡ് ഉണ്ടോ എന്ന് താങ്കൾ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? ഒരുവിധം എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ ഇതുവരെ അറിയപ്പെട്ടത്. ഞാൻ എല്ലാവരും ചോദിച്ചു. മലയാളിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം വരെയും സൂചിപ്പിച്ചത്. ഇല്ല, താല്പര്യമില്ലായ്മല്ല. ഇപ്പൊ നമ്മൾ സംഘടന ഉണ്ടെങ്കിൽ സംഘടനയിൽ പോയിട്ട് അവരെല്ലാം നമ്മൾ ഞാനിവിടെ ചെയ്യുന്ന ഇവിടെ വാർഡിൽ ഇലക്ഷൻ വന്നപ്പം നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നമ്മൾക്ക് വോട്ട് മിസ്സാക്കരുത്, വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തിരുന്നാൽ നമ്മൾക്ക് നമ്മളുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയാണ്. അതല്ല, നമ്മൾക്ക് വിചാരിക്കുന്ന ആദ്യത്തെ ആൾക്കാർ വരെ സെലക്ട് ചെയ്ത് വരും. അങ്ങനെയല്ല വേണ്ട, നമ്മളെ ഒരു വോട്ട് പോലും ഒരു പാഴാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെയ്യിച്ചായിരുന്നു.
ഈ മലയാളികൾ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ താല്പര്യമുണ്ടോ? പലരും പല രീതിയിലാണ്. നമുക്കിവിടെ വോട്ട് ചെയ്താൽ എന്താ എന്നുള്ള മനോഭാവം ചില ആൾക്കാർ വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ രേഖപ്പെടുത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത് മലയാളികളാണ്. പക്ഷെങ്കിൽ അവര് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് ജീവിക്കാൻ വന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ജോലിക്ക് പോയാൽ പോരെ, ഇല്ലെങ്കിൽ പലരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഈ ഒരു കാഴ്ചപ്പാട് നിൽക്കുന്നവർ ആ ഒരു രീതിയിലും നിൽക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാൻ വയ്യ. പലരും ഇതുമാതിരി വോട്ടർ ഐ ഡി ഒരു ചെറിയ ഭയം ഉള്ളത് കൊണ്ടാണോ മനസ്സിൽ ഇനിയും ചിലപ്പോ? ചേട്ടാ, താങ്കൾ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയി പോയത്? അത് ഞാൻ വേറെ പാർട്ടിയെ അപ്രോച്ച് ചെയ്തില്ല ടിക്കറ്റിന് വേണ്ടിയിട്ട്. ചെയ്തില്ല. കാരണം ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ശ്രമിച്ചില്ല. പക്ഷെ സാർ പറഞ്ഞ പോലെ ഈഗോയുണ്ട്, ഭയവുമുണ്ട് മലയാളികൾക്ക്. കാരണം ഈ കൂടുതൽ സൊസൈറ്റിയിൽ താമസിക്കുന്ന മലയാളികൾ അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ പല പോസ്റ്റിലും ഉണ്ട്. പക്ഷെ അവർ മലയാളികളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് ചെയ്തപ്പോൾ അയ്യോ ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡാണ്, അത് ബുദ്ധിമുട്ട്, അത് പൊളിറ്റിക്കൽ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഞാൻ പേഴ്സണലി സഹായിക്കാം. പക്ഷേ വേറെ പേഴ്സണലി വഴി സഹായിച്ചാൽ അവരുടെ സൊസൈറ്റിയുടെ ഗ്രൂപ്പിലും പോയിട്ടില്ല. അങ്ങനെ പലയിടത്തും പറ്റില്ല. കാരണം ഞാൻ മത്സരിച്ച വാർഡ് 4D മാഡം 4-ലായിരുന്നു തന്നെ. അവിടെ 70% ഹൗസിംഗ് സൊസൈറ്റീസ് ആയിരുന്നു, 30% സ്ലംസ് ആയിരുന്നു. പക്ഷെ സ്ലംസിലെ 99% ആൾക്കാർ വോട്ട് ചെയ്തു. ഹൗസിംഗ് സൊസൈറ്റി സുഹൃത്തുക്കളായ മലയാളികൾ മുഴുവൻ താങ്കൾ വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ വാർഡിൽ ഉണ്ടായിരുന്നവർ എനിക്ക് വോട്ട് ചെയ്യുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. 100%. കാരണം ഇവിടുന്ന് എന്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കൾ വരെ അമ്പർനാഥിൽ നിന്ന് വരെ താനെ എനിക്ക് വേണ്ടിയിട്ട് അവിടെ റാലിക്ക് വേണ്ടി വന്നിരുന്നു. അതുപോലെ സുഹൃത്തുക്കൾ സ്നേഹം കൊണ്ടായിരിക്കും, സ്വതന്ത്രനായിരിക്കും, പാർട്ടിയുടെ ഇല്ലായിരിക്കും. ജയന്ത് നമ്മുടെ ഏകനാഥ് ഷിൻഡെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് കൂടെയാണ്. ഈ മലയാളികൾ ഒന്നിക്കാറില്ലേ? ഇല്ല, ഈ പാർട്ടിപരമായിട്ട് ഇന്നിപ്പം ഞാൻ ശിവസേനയുടെ സ്റ്റേറ്റ് സൗത്ത് ഇന്ത്യൻ സെല്ലിന്റെ കോർഡിനേറ്ററാണ്. ഇന്ന് രാധികയും എൻ്റെയും റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇന്ന് എനിക്ക് രാധികയ്ക്ക് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? താൻ ഇരുന്നിട്ട് പറ്റുമോ? അത് രാഷ്ട്രീയമായി ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. പിന്നെ നമ്മൾ സോഷ്യലി ഷിൻഡെ സാബ് പണ്ടും പറയും 80% സമാജ് സേവ, 20% പൊളിറ്റിക്സ്. അപ്പം നമ്മൾ മലയാളികളാവുമ്പോൾ പീപ്പിൾ ക്യാൻ അപ്രോച്ച് അസ് ആൻഡ് വി ആർ എ വേ. ഇപ്പം ഇത്രയും വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ആയാലും പല കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരു ആളിനെ, നമ്മുടെ മലയാളിൽ അറിയാവുന്ന ആൾക്കാർക്ക് വന്നിട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മുടെ ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഷീജയുടെ വാർഡിൽ പോയിരുന്നു ഞങ്ങൾ, ബിക്കോസ് ഷീ ഈസ് ഫ്രം അവർ പാർട്ടി. അത് അങ്ങനെ ഈ മലയാളികൾ ഉള്ളിടത്തെല്ലാം മലയാളി കാൻഡിഡേറ്റിന് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഞാനൊരു പാർട്ടിയിലെ പാർട്ടി അല്ലാത്തവരെ കുറിച്ച് പറയട്ടെ. തൽക്കാലം പാർട്ടി അല്ലാത്തവരൊന്ന് കൊടുത്ത് അങ്ങനെ ഒരു പാർട്ടി നോക്കി നമ്മൾ അപ്രോച്ച് ചെയ്യുമോ? ഇല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം ഒരു കോൺടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാഡം പറഞ്ഞ പോലെ ശരിയാണ്. കാരണം ഒരു പറഞ്ഞ ഏരിയയിൽ അത്ര മലയാളികൾ ഉണ്ടാവില്ല അവരെ ജയിപ്പിക്കാൻ. പക്ഷെ അല്ല, മലയാളി അവിടെ വേണമെന്നില്ലെന്നേ. ഇപ്പൊ നമ്മുടെ ഒരു കാര്യം പറയണം. കാരണം മലയാളികൾ പറഞ്ഞാൽ ഒരു 25% 30% മലയാളികൾ. മെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കണം, പേടി. മലയാളികൾക്ക് ഭയമാണ്. കാരണം ഞാൻ പേഴ്സണലി കണ്ടതാണ്. പിന്നെ എന്താണ് ആ ഭയം താങ്കൾക്ക് തോന്നുന്നത്? ഭയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഗുണ്ടായിസം, അതിന്റെ മുകളിൽ അവർക്ക് പേടി. ഒരാൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തു വരില്ല. അവർക്ക് ഡെയറിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരാൾ ഒന്ന് നിൽക്കട്ടെ. ഒന്ന് അങ്ങനെ ഒരു ഭയം മലയാളിയുടെ ഇടയിൽ ഉണ്ടെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അത്രയൊരു ഭയം നമുക്ക് ഫീൽ ചെയ്യാനില്ല. കാരണം ആ കാലഘട്ടം കഴിഞ്ഞു. ഇല്ല എന്നുള്ളതല്ല, ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത്ര കണ്ട് ആ കാര്യങ്ങൾക്കൊന്നും വലിയ സ്വാധീനമില്ല. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടി, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയായി. അപ്പൊ അത്തരം ആൾക്കാർക്ക് കൂടുതൽ ഭയം സൃഷ്ടിക്കാണെന്ന് ഇപ്പൊ സാധ്യത. മണ്ണിന്റെ മക്കൾവാദം ഒരു കാലഘട്ടത്തിൽ അവസാനിച്ചതായിരുന്നു. രണ്ടാമത് അതുകൊണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്ന ചില പൊളിറ്റിക്കൽ പാർട്ടികൾ. മണ്ണിന്റെ മക്കൾ വാദമുണ്ടെന്ന് ഭയമുണ്ടോ? ഇല്ല. ലുങ്കിയോട് തിരിച്ചു പോകാൻ പറഞ്ഞായിരുന്നു പണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയമില്ല. ഞാൻ പേഴ്സണലി അല്ല, എന്നാലും ബാക്കിയുള്ള ഞാൻ മണ്ണിന്റെ ആൾക്കാർ പറയണ്ട, ഭയമുണ്ട് ഇപ്പോഴും. സാറ് പറയണ്ട. പക്ഷെ പേഴ്സണലി പോയി പറയുമ്പോൾ ഭയമുണ്ട്. നമുക്ക് വീട്ടമ്മമാരോട് ചോദിക്കാമല്ലോ. മൈക്കുണ്ട് വേണ്ട.
പറയൂ ഭയമുണ്ടോ? ഭയം എന്തായാലും ഉണ്ട്, അത് ഉറപ്പാണ്. മലയാളികൾക്ക് വോട്ടിന് വരുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, അവർക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് മലയാളികളെ ഒരു ഉപകാരമില്ല അവരെ കൊണ്ട്. നമ്മുടെ അടുത്ത് പറയും, നമ്മൾ പറയണത് ഒരു ഗുണ്ടായുസവും രാഷ്ട്രീയമുണ്ട് ഇവിടെ നിന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് മുമ്പോട്ട് വരാതെ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി ഹലോ മുംബൈ. രാധിക പറയൂ. ഭയം ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഏർലിയർ ജനറേഷൻക്ക് ആയിരിക്കും. ഞങ്ങളുടെ ജനറേഷൻ ഇവിടെ ജന്മഭൂമി കർമ്മഭൂമി മഹാരാഷ്ട്ര, അപ്പൊ ഞങ്ങൾക്ക് ഭയം ഇല്ല. ഞങ്ങൾക്ക് ഭയമില്ല. അല്ല, ഭയമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ കാൻഡിഡേറ്റ് ആയത്. I consider myself more a Thanekar and a Maharashtrian than a Keralite. I will proudly സാറേ, മാം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഭയമില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെ ജീവിച്ചോ അതാണ് നമ്മുടെ കർമ്മഭൂമി എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 25-30 വർഷം ജീവിച്ചത് ഈ മണ്ണിന്റെ മക്കൾ വാദത്തെ അത് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ് ആവില്ലല്ലോ സാറേ. ശരിയാ. അല്ല, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കർണാടകയിൽ ബംഗാരപ്പ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തമിഴനും കന്നഡത്തുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് തമിഴന്മാർ അവിടെ വീട് വിട്ട് ബാംഗ്ലൂരിൽ ഓടേണ്ടി വന്നു. അത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അത് വളരെ ശക്തമാണ്. എന്നപോലെ നാളെ തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, കാൻഡിഡേറ്റ് ഭയമില്ല. പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ എല്ലാം മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ ഗുണ്ടായിസം, നേരത്തെ ഇവിടെ മാഡം പറഞ്ഞു കഴിഞ്ഞു പല ഗുണ്ടകളാണ് ജയിച്ചതെന്നുള്ളത് രാധിക മാഡം പറഞ്ഞു കഴിഞ്ഞു. ഈ ഗുണ്ടായിസം ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്നത്, ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ആണ്. എൻ്റെ കൂടെ 10 മലയാളീസ് വന്നു കഴിഞ്ഞാൽ ധൈര്യമുള്ളവർ 5-10 പേരുള്ളൂ. ഇവിടെ 500 മലയാളികളുണ്ടെങ്കിലും 5-10 പേർ ധൈര്യമായിട്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ ശരി ഞാൻ വരാമെന്ന് പറയും. ആ സമയമാകുമ്പോൾ പറയും എന്താ പറയുക, ഇല്ലോ ഞാനൊന്ന് പുറത്ത് വേണ്ടി വന്നു, എനിക്ക് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആ മനഃപൂർവ്വം ഒരു ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ അസുഖമില്ല എന്നുള്ളത്. ഞാൻ ഈ നോമിനേഷൻ ഫയൽ ചെയ്ത സമയത്ത് എന്നെ ഒന്ന് വരട്ടാൻ നോക്കി, നോമിനേഷൻ പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ മുംബൈ ജനിച്ചു വളർന്ന, പക്ഷെ മലയാളം അറിയാം, വൃത്തിയായിട്ട് അറിയാം, പറയാം, എഴുതാനും വായിക്കാനും എല്ലാം അറിയാം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരിക്കൽ തീരുമാനിച്ചു, നോമിനേഷൻ ഫയൽ ചെയ്തു, എൻ്റെ നോമിനേഷൻ അപ്രൂവലായി. ഇനി ശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾ പേടിപ്പിച്ചു. എക്സ്പീരിയൻസ് നിങ്ങളുടെ അതേ സ്ഥലത്തുള്ള ആളാണ്. So I'm saying the earlier generation is scared. ഈ രാധികരാണ് ആളിനെ വിട്ടാൽ. Scared അല്ല. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ അമ്പർനാഥില് ശിവസേനയില് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ഈ പറയുന്ന പോലെ പേടി എന്നെ ശിവസേനയിലോട്ട്, ഞാനിവിടെ വേറെ പാർട്ടിയിൽ ഞാൻ BJPയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് താമസം മാറിയ സമയത്ത് എനിക്ക് ശിവസേനയിലെ ആനന്ദിക സാബിൻ്റെ ഷിൻഡെ സാബിൻ്റെ ഒക്കെ ഫോളോവറാണ്. മീൻസ് അവരുടെ ജോലിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പോയത്. അന്നേരം എന്നെ ഇവിടെ ഇവിടുത്തെ ഏറ്റവും ശിവസേനയിലെ ശഹർ പ്രമുഖർ പറയുന്നത്, നിങ്ങളിത് എടുത്തിരിക്കുന്നത് വെച്ചാൽ ശിവസേനയെ പറ്റി മലയാളികൾക്ക്, സ്പെഷ്യലി അവർക്ക് മലയാളി അവർക്കെല്ലാം മദ്രാസിയാണ് ഇവിടെ പണ്ടത്. ഇപ്പോഴാണ് കുറച്ചൊക്കെ മദ്രാസികൾക്ക് പേടിയാണ് ശിവസേന എന്ന് വെച്ചാൽ അവര് കയറി വന്ന ബാലാസാബ്. അല്ല, അത് ഈ നോർത്ത് ഇന്ത്യൻസ് വിളിച്ചാണ് നമ്മളെ മദ്രാസി. കാരണം അന്ന് മദ്രാസ് മാത്രമേ ഉണ്ടായിരുന്നു. അവർക്കറിയില്ല എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മലയാളികൾക്ക് പേടിയാണ് ശിവസേനയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശിവസേന എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു വല്ലാത്ത ഒരു പേടി. അല്ല, ഈ ശിവസേനയെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞത് ശരിയാണോ ഇരിക്കുന്നില്ല, ശിക്ഷൻ വന്ദൻ സേവൻ നാരി, അങ്ങനെയാണ് ഞങ്ങളെന്നാണ്. അതാണ് ശിവസേന എന്നാണ്. അങ്ങനല്ല, അമ്പർനാഥില് പറയുകയാണെങ്കിൽ ഇവിടെ മലയാളികൾക്ക് എന്ത് സഹായം വേണമെന്നുള്ളത് അവർ ആദ്യം നമ്മളെ തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ബുബേഴ്സനോട് സാർ, താങ്കളൊക്കെ വന്ന സമയത്തെ ആ ഒരു സമയത്ത് ഈ മണ്ണിന്റെ മക്കൾ വാദം ഉണ്ടായിരുന്നല്ലോ, അതായത് ലുങ്കി ഉടുത്തവർ തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ബാൽതാക്കരുടെ കാലത്തല്ല, ഞാൻ വന്ന കാലത്ത് അങ്ങനെയില്ല. പക്ഷെ വേറെ അതിന് മുമ്പായിരുന്നു, 10-60 വർഷം മുമ്പ്. ഞാൻ വന്ന കാലത്തൊക്കെ ഇവിടെ ഒരു മലയാളി ഐക്യം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാ മലയാളികളും തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാരണം അന്ന് മലയാളികൾക്ക് പത്രാസ് കുറവായിരുന്നു. മലയാളികൾക്ക് പത്രാസ് കൂടി, അപ്പോഴാണ് മലയാളിക്ക് ഐക്യം വേണ്ട എന്ന തോന്നലുണ്ടാവുന്നത്. ആ ഐക്യം നഷ്ടപ്പെടുന്നത് അവിടെയാണ്. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടാവണം, നമുക്ക് ആരെയും പേടിച്ച് ജീവിക്കണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ നമുക്കൊരു ഭയം നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ ഒരു വോട്ട് ബാങ്കായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. നമ്മൾ വോട്ട് ബാങ്ക് അല്ല. കാരണം ബോംബെയിൽ 227 വാർഡ് ഉണ്ടെങ്കിൽ അതിൽ 1-2 വാർഡിൽ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വാർഡുകളിലും നമ്മൾ നിർണായക കക്ഷിയായി മാറണം. കാരണം നമ്മൾ വിചാരിച്ചാൽ ഒരാളവിടെ ജയിപ്പിക്കാമെന്നും തോൽപ്പിക്കാമെന്നും നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മുംബൈയിൽ ഒരു മിനിറ്റ്, മുംബൈ ഭരിച്ചിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. മുംബൈയുടെ മുൻ മേയർ ശ്രീ എം മാധവൻ മേയറായിരുന്ന ബോംബെയാണ് നമ്മുടെ ഇന്നത്തെ മുംബൈ.
അപ്പൊ അതാണ് അതിന്റെ മാറ്റം. അപ്പൊ അന്നും ഈ മഹാരാഷ്ട്രീയനും ഈ മണ്ണിന്റെ മക്കൾ വാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷേ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മലയാളിക്കെതിരല്ല. എനിക്കൊരു കാര്യം പറയണം. ഞാൻ പ്രചാരണ ടൈമിൽ ഒരു നോട്ടീസ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഈ ചർച്ചയും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഈ ചർച്ച തുടരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതാൻ മറക്കരുത്. hello@gmail.com. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye. फिर मिलेंगे हम. हेलो मुंबई, हेलो मुंबई, हेलो मुंबई, हेलो मुंबई. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women.